പിണറായി വിജയനോടുള്ള പകപോക്കൽ രാഷ്ട്രീയം അവസാനിപ്പിക്കുക. ED റെയ്ഡിൽ നാളെ ജില്ലാ തലങ്ങളിൽ SDPI മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആരോടാണ് ഈ പറയുന്നത്? SDPIയുടെ അവിശുദ്ധമായ കൂട്ടുകെട്ട് കാരണമാണ് 35 ഭൂരിപക്ഷത്തിൽ വൻ തോൽവി CPM-നെ ഏറ്റുവാങ്ങിയത്. ഇപ്പോഴും SDPIയുടെ കഷത്തിൽ വച്ചുകൊണ്ട് നടക്കുകയാണ് CPM നേതാക്കൾ. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, 8.5 മണിക്കൂറാണ് വീണ വിജയന്റെയും പിണറായി വിജയന്റെയും മുഹമ്മദ് റിയാസിന്റെയും ഒക്കെ മൊഴിയെടുത്തതും ചോദ്യം ചെയ്യപ്പെട്ടതും. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് ഈ സഖാക്കൾ വല്ലാതെ വിഷമിക്കുന്നത്? സഖാക്കളുടെ കാര്യം അവിടെ നിൽക്കട്ടെ, ഈ SDPI പാർട്ടി എന്തിനാണ് വിഷമിക്കുന്നത്? ഇന്നലെ കൊടുത്ത മഴയ്ക്ക് പൊന്തി വന്ന നിങ്ങളൊക്കെ എന്നുമൂലാണ് സഖാക്കന്മാരായത്? നിങ്ങൾക്ക് എന്നുമൂലാണ് CPM-നോട് ഇഷ്ടം തോന്നി തുടങ്ങിയത്? അഷ്റഫിനെ മാറ്റി, കാസർഗോഡില് അഷ്റഫിനെ മാറ്റി, നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ മാറ്റിയത് കൊണ്ടാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രിയം? കോൺഗ്രസ് നിങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ടാണോ നിങ്ങൾക്ക് CPM-നോട് ഇത്രമാത്രം പ്രിയങ്ങൾ തോന്നിയത്? എന്തെല്ലാം കഥകളാണ്! കാരണം ഇപ്പോഴും വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ നിങ്ങളെ തള്ളിപ്പറയാൻ കൂട്ടാക്കിയിട്ടില്ല. പക്ഷേ SFI എന്നൊരു നേതൃത്വം നിങ്ങളെ തള്ളിപ്പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. കണ്ടു തന്നെ അറിയണം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ഇനി 8.5 മണിക്കൂറാണ് ED ചോദ്യം ചെയ്തത്. രാവിലെ തന്നെ ED വന്നു എന്നാണ് പറയുന്നത്. പിണറായി വിജയന്റെ വീടിന് മുന്നിൽ വൻ പ്രക്ഷോഭമായിരുന്നു, ഉന്തും തള്ളുവായിരുന്നു. ED ഓഫീസർ വന്ന കാറെല്ലാം തല്ലിപ്പൊളിച്ച് ചില്ലുകളൊക്കെ നശിപ്പിച്ച് വിട്ടിട്ടുണ്ട്. മാത്രവുമല്ല, ED ഓഫീസേഴ്സ് ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഉപദ്രവിക്കുകയും ചെയ്തു. മാത്രവുമല്ല, കേരള പോലീസിന്റെ ഹെൽമെറ്റ് വരെ വലിച്ചെറിഞ്ഞ് ആക്രമണം നടത്താനായിട്ട് പ്രീ പ്ലാൻഡ് ആയിട്ടാണ് CPM നേതാക്കൾ അവിടെ തമ്പടിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കിയാൽ കാണാം, നിസ്സാരമായിട്ടുള്ള ഒരു ED സെർച്ചിനെ ഇത്രമാത്രം ഭയക്കുന്നത് എന്തിനാണ്? മടിയിൽ കനമില്ലെങ്കിൽ പിണറായി വിജയനും മകൾ വീണ വിജയനും മുൻ മന്ത്രിയുമായിരുന്ന മുഹമ്മദ് റിയാസിന് ഇത്ര പേടിക്കാൻ കാരണം എന്താണ്? ചുറ്റും ഇത്രമാത്രം ആളുകൾ അസഹിഷ്ണുരായിട്ട് ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതിനു മുമ്പും ED പല സഖാക്കളുടെ വീട്ടിലും വന്നിട്ടുണ്ടല്ലോ, പ്രത്യേകിച്ച് കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ. അന്ന് എന്താണ് പിണറായി വിജയൻ പറഞ്ഞത്? അതായത് ED ആണ്, വരും, അതൊരു അന്വേഷണത്തിന്റെ ഭാഗമാണ്, അതിനെ അങ്ങനെ കണ്ടാൽ മതി. എന്തേ അവനവന്റെ വീടിന്റെ മുറ്റത്ത് EDയുടെ ഒരു വണ്ടി വന്ന് നിന്നപ്പോൾ ഇത്രമാത്രം ആദർശമൊക്കെ പറഞ്ഞ ഒരാൾക്ക് എന്താണ് പറ്റിയത്? ബാക്കിയുള്ള സഖാക്കൾക്ക് എന്താണ് പറ്റിയത്? അപ്പോൾ എന്തൊക്കെയോ ഒരു വിഷയങ്ങൾ ചീഞ്ഞാറുന്നില്ലേ? മാസപ്പടി കേസ്, നമ്മൾ രാവിലെ ഒരു വീഡിയോ ഇട്ടതാണ്. മാസപ്പടി കേസിൽ ഇത്രമാത്രം പേടിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അന്ന് മാസപ്പടിയായിട്ട് കൈവരിച്ച അല്ലെങ്കിൽ നേടിയ 1.72 കോടി രൂപ നിങ്ങൾ ആർക്കാണ് കൊടുത്തതെന്ന് ഉത്തരം പറയാനില്ലാത്തത് കൊണ്ടാണോ? കണക്കുകൾ കൃത്യമായിട്ട് തയ്യാറാക്കാൻ വീണ വിജയന് കഴിഞ്ഞില്ലേ? എന്ത് തന്നെയാണെങ്കിലും പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ മാസപ്പടി കേസ് ഇടയ്ക്ക് അവിടെ ഇവിടെ മിന്നിമാന് പോയിരുന്നു. പക്ഷെ ആ മിന്നിമാന് പോയിരുന്ന കേസിനെ എന്തൊക്കെയോ, അതായത് അധികാര ദുർവിനിയോഗം, അച്ഛന്റെ അധികാര ദുർവിനിയോഗത്തിൽ കൂടിക്കഴിഞ്ഞപ്പോൾ മകളുടെ കേസ് അങ്ങ് മുക്കിക്കളഞ്ഞു. കൂടുതൽ ദുർവിനിയോഗത്തിൽ കൂട്ടുനിന്നപ്പോൾ ജനങ്ങൾ കഴുതകളല്ല, പൊട്ടന്മാരല്ല, രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ ജനങ്ങൾ ധൈര്യം കാണിച്ചതിന്റെ ഒരു തനി പകർപ്പാണ് ഇപ്പോൾ 35 ഭൂരിപക്ഷത്തിൽ പുറത്തേക്ക് പോകേണ്ടി വന്നത്. കടക്ക് പുറത്തുനിന്ന് വിജയനോടും പാർട്ടിയോടും ജനങ്ങൾ പറയാതെ പറഞ്ഞത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. കാരണം കൊറോണ സമയത്ത് ആദ്യമേ എന്തോ ഒരു മാസപ്പടി കേസ് പൊന്തി വന്നതായിരുന്നു. പക്ഷെ പിന്നീട് ആരും മാസപ്പടി കേസ് വന്നിട്ടില്ല. എന്നാൽ ഈ പിണറായി വിജയന്റെ ലാവ്ലിംഗ് കേസിന് എന്താണ് പറ്റിയത്? ഇത്രയും നാളും ഓരോന്നായിട്ട് കുഴുക്ക് അഴിക്കാൻ നോക്കുമ്പോൾ ഇപ്പോൾ മുറുക്കാൻ ശ്രമിക്കുകയാണ്. അവനോ കുഴിച്ച കുഴിയിൽ അവനോ തന്നെ വീണു എന്ന് പറഞ്ഞ അവസ്ഥയായോ പിണറായി വിജയന് ശരിക്കുമെന്നാണ് ഇപ്പോൾ തോന്നുന്നത്. കാരണം പാർട്ടിക്കുള്ളിൽ ഒന്നാമത്തെ അമർഷങ്ങളുണ്ട്. പ്രതിപക്ഷ നേതാവായിട്ട് പിണറായി വിജയൻ വീണ്ടും വരുമ്പോൾ പലർക്കും അത് ഇഷ്ടമല്ല. പാർട്ടിക്കുള്ളിലെ തോൽവിയുടെ കാര്യം തന്നെ ചർച്ചയാക്കപ്പെടുമ്പോൾ എടുത്തു പറയുന്ന പേര് രണ്ടുപേരുടെ പേര്. പാർട്ടി സെക്രട്ടറിയായ ഗോവിന്ദൻ മാഷിന്റെയും മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയന്റെയും ധാർഷ്ട്യവും ഗോവിന്ദന്റെ മണ്ടത്തരവും കൊണ്ടാണ് പാർട്ടി കൈവിട്ടു പോയതെന്നാണ് പലരും പറയുന്നത്. അതിന്റെ ഇടയ്ക്ക് ഇപ്പോൾ വീണ വിജയന്റെ പേരും കൂടി വലിച്ചിഴച്ചപ്പോൾ ബഹുകേമമായിരിക്കുന്നു. ഇതൊക്കെ ആരോട് പറയാനാണ്? ആര് കേൾക്കാനാണ്? എന്ത് തന്നെയാണെങ്കിലും കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരല്ല, എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. CPM-ന്റെ ഈ ഒരു തകർച്ചയില്, പ്രത്യേകിച്ച് ഈ ഒരു ED വന്നു കഴിഞ്ഞപ്പോൾ പിണറായി വിജയന്റെ 12 വീടുകളിലാണ്, സ്ഥലങ്ങളിലാണ് ED ഒരേ സമയം വന്ന് സെർച്ച് ചെയ്തത്. മുഹമ്മദ് റിയാസിന്റെ മൊഴിയെടുക്കുന്നു. എന്താണ് നിങ്ങൾ കൃത്യമായിട്ടുള്ള തെളിവുകളും കാര്യങ്ങളും കാണിച്ചതിന് പ്രശ്നം തീർന്നല്ലോ. ജസ്റ്റ് ഒരു മൊഴിയെടുക്കലിനെയും സെർച്ചിനെയും നിങ്ങൾ ഇത്രമാത്രം ഭയക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ വലുത് മറഞ്ഞിരിക്കുന്നില്ലേ? ആരെയാണ് ഈ പൊട്ടന്മാരാക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി.
കേരളത്തില് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുത്തുന്ന ഒരു വൈറസ് പോലെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു വാർത്തയുണ്ട്. കോൺഗ്രസും BJPയും ചേർന്ന്, അതായത് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ VD സതീശൻ നരേന്ദ്രമോദിയെ പോയി കണ്ടതിന്റെ പിറ്റേ ദിവസമാണ് ഈ ഒരു പദ്ധതി ആസൂത്രണം നടത്തിയെന്നാണ് ഇപ്പോൾ പലരും വന്ന് പറയുന്നത്. P. ജയരാജൻ പറഞ്ഞു, K. രാഗേഷ് പറയുന്നു, പലരും പല കിംവദന്തികളും പറയുന്നുണ്ട്. പക്ഷേ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ എന്തിനാണ് ഇത്ര വിഷമിക്കുന്നത്? സ്പ്രിംഗ്ലർ കേസ് നിങ്ങൾ മറന്നുപോയോ? നമ്മുടെയൊക്കെ ഡാറ്റകൾ വരെ മോഷ്ടിച്ചുകൊണ്ട് പോയ ഒരു കേസായിരുന്നു സ്പ്രിംഗ്ലർ കേസ്. ഇതെല്ലാം കൊറോണ സമയത്ത് പൊന്തി വന്നതാണ്. പക്ഷേ എവിടേക്കോ അത് മാഞ്ഞു പോയി. പക്ഷെ ഇപ്പോൾ ഇനി എവിടെയും മാഞ്ഞു പോകില്ല. എല്ലാം കുഴിയിൽ നിന്ന് പതിയെ ചെന്നെടുക്കുകയാണ്. ഇനി അടുത്തതായി പൊന്തുന്നത് ലാവ്ലിൻ കേസാണോ? അടുത്തത് പിണറായി വിജയനാണോ കുരുക്കു മുറുകാൻ പോകുന്നത്? കണ്ടു തന്നെ അറിയണം. ഈ ഒരു വീണ വിജയന്റെ ഈ ഒരു കേസിൽ ഇത്രമാത്രം സഖാക്കൾക്ക് അമർഷം കൊണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, അത് വീണ വിജയനിലും പിണറായി വിജയനിലും മുഹമ്മദ് റിയാസിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല പ്രതിപട്ടിക. പല രാഷ്ട്രീയ നേതാക്കളും ഇതിൽ പെടാനുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത്. വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം. ഇന്നിതാ MA ബേബിനെ അറസ്റ്റ് ചെയ്ത് നീക്കിയ സംഭവം വരെ ഉണ്ടായി. പ്രതിഷേധ മാർച്ച് നടത്തുന്നു. ഇതുവരെയും ആരുടെ വീട്ടിലും റെയ്ഡ് നടത്തിയിട്ടില്ലേ? നടത്താതെ ആദ്യമായിട്ട് നടത്തുന്ന ഒന്നാണോ ഈ റെയ്ഡ് എന്ന് പറയുന്നത്? അതാണോ ഈ കാട്ടിക്കൂട്ടുന്നത്? ഇതെല്ലാം കോപ്രായങ്ങളാണ്. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ തെളിയിക്കും യഥാർത്ഥത്തിൽ വീണ വിജയന്റെ കൂട്ടാളി ആരാണെന്നുള്ളത്.